പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ വരുമ്പോഴാണ് ഒരുപക്ഷെ എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾ നിങ്ങളുടെ കഴിവിനേക്കാൾ അപ്പുറത്തായിരിക്കും. അതുകൊണ്ട് ചില ആൾക്കാർ വിചാരിക്കും എത്ര പ്രാർത്ഥിച്ചാലും കാര്യമില്ല, ഒന്നും നടക്കാൻ പോണില്ല. എന്താ അങ്ങനെ ചിന്തിച്ചു പോണത്? മനസ്സിടിഞ്ഞു പോകും. എന്താ? അവർക്കറിയാം അവരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ സ്വാധീനം അവരുടെ കഴിവിൻ്റെ അപ്പുറത്താണ്. ചില പറയും ദൈവം നേരിട്ടിറങ്ങി വന്നാൽ പോലും എൻ്റെ കാര്യത്തിന് അത്രയും കുഴപ്പത്തിലായി പോയാച്ചാന്ന് പറയും. എന്താ കാര്യം? 3 കോടി രൂപ കടമുണ്ട്. എൻ്റെ ഫാക്ടറി വിറ്റാൽ പോലും 1.5 കോടിയെ കിട്ടത്തുള്ളൂ. അത് വിൽക്കാനാണെങ്കിൽ ആൾക്കാരിട്ട് വരണമില്ല. ഞാൻ കടത്തിലായത് കാരണം വരുന്നവർ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കുകയാണ്, വില കുറച്ച് പറയുകയാണെന്ന്. ഇനിയിപ്പോൾ അത് വിറ്റാൽ തന്നെ ബാക്കിയുള്ള കാശ് ഞാൻ എവിടെ പോകും? മരിക്കാൻ പേടിയായതുകൊണ്ട് അങ്ങനെ ജീവിച്ചിരിക്കുകയാണ്. അപ്പം ചില സമയത്ത് ഇതുതന്നെയാണ് മക്കളില്ലാത്ത അമ്മമാർക്കും ഒക്കെ മനസ്സിൽ വിചാരിക്കണത്. കാര്യം അവർക്കറിയാം അവരുടെ ഭർത്താവിനെ കൗണ്ടില്ല, അവർക്കറിയാം അവരുടെ അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഇതിന് ഇങ്ങനെ മരുന്നുകൾ മാറി 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 കഴിച്ച് അവസാനം ആ ഫയൽ അവർ ക്ലോസ് ചെയ്യും. അവർ ഫയൽ ക്ലോസ് ചെയ്യും. ഇനി ഒരിടത്തും പോയി പ്രാർത്ഥിക്കേണ്ട കാര്യം, വെറുതെ എന്തിനാ കാശ് കളയണത്? അങ്ങനെ വെറുതെ എന്തിനാ കാശ് കളയണം? അപ്പോഴായിരിക്കും ചിലപ്പോൾ അവർ കൃപാസനത്തിൻ്റെ ഒരു പത്രം കിട്ടണത്. അപ്പം അങ്ങനൊരു കേസാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതായത് 16 വർഷമായിട്ട് സാക്ഷ്യം പറഞ്ഞത്. 16 വർഷമായിട്ട് മക്കളില്ല. നിങ്ങൾക്കറിയാമല്ലോ, അത് ഇതുപോലെ തന്നെ കേസാണ്. അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, ബീജത്തിന് മൈലേജ് ഇല്ല, അതായത് മൊബിലിറ്റി ഇല്ല, ഓട്ടമില്ല. അപ്പോൾ ഇനി അതിന്മേൽ ഒന്നും ചെയ്യാനില്ല. IVF ഒക്കെ അവർ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോഴേ അവരുടെ വിശ്വാസം പോയി. 6 കൊല്ലമായിട്ട് അവർ ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കാറില്ല. ഈ മരിക്കണവരെ എങ്ങനെയും ജീവിക്കാൻ പറ്റും, കെട്ടിപ്പോയില്ല, ഇനി വേറെ ആളെ കെട്ടിയിട്ടും കാര്യമില്ല. അവരുടെ അവസ്ഥ ഇതാണല്ലോ. അപ്പം ഇങ്ങനെ ഉള്ള പലത് വിചാരിച്ച് മനസ്സ് ഇടിഞ്ഞിരിക്കുകയാണ്. ഈ മനസ്സ് ഇടിഞ്ഞാലും നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാളിൻ്റെ മനസ്സിടിയാണ് എന്ന് വിചാരിച്ചോ, അവരുടെ ജീവിത സാഹചര്യം ഭൗതിക സാഹചര്യം കൊണ്ട് അവിടെ മനസ്സിടിഞ്ഞ്. പക്ഷേ മനസ്സിടിയാത്ത ആൾക്കാരെ എപ്പോഴും ദൈവം, ഇപ്പോൾ ഒരു മരിച്ച വീട്ടിൽ നമ്മൾ ചെല്ലുന്ന അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യണത് ആരാ? മരിച്ചാളിൻ്റെ ഭർത്താവും ഭാര്യയൊക്കെയാണ്? അല്ല, അവരുടെ ബന്ധവും സ്വന്തമുള്ള ആൾക്കാരാണ്. കാര്യം മറ്റവർ മരിച്ചവരുടെ അടുത്തുള്ള ആൾക്കാർ മനസ്സിൻ്റെ പ്രയാസം കൊണ്ട് കൈയും കാലും പൊങ്ങാതെ ഇരുന്ന് പോണ്. അപ്പോൾ ബാക്കി ഇത്തിരി അകന്ന ബന്ധുക്കൾ അവരാണ് തക്ക സമയത്ത് ഉപകരിക്കണത്. ശരിയല്ലേ? അടുത്ത ബന്ധു, മരിച്ചാൻ്റെ അടുത്ത ബന്ധു ഭാര്യയോ ഭർത്താവാണ്. അവർ ഈ വലിയ ഷോക്കിൽ കൈകാലം മരവിച്ചിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നീക്കണത് ആരായിരിക്കും? അകന്ന ബന്ധുക്കളായിരിക്കും. പ്രാർത്ഥനയിലും അകന്ന ബന്ധുക്കൾ വളരെ പ്രാധാന്യമായ ഒരു ഘടകമാണ്. ഇപ്പോൾ ഈ 16 വയസ്സുകാരത്തി ആരാണെന്ന് വെച്ചാൽ, അതായത് അകന്ന ബന്ധുവല്ല, അമ്മയാണ്. അമ്മ മകളുടെ കെട്ടിച്ച വീട്ടിൽ പോയി ഉടമ്പടി വന്ന് ചെയ്തതിന് ശേഷം ഉടമ്പടി തൈലം കൊണ്ടുപോയി അവളുടെ വീട്ടിൽ പോയി മകളെ കണ്ട് അവളുടെ വയറിൽ ഉടമ്പടി തൈലം കൊണ്ട് ഒരു കുരിശ് വരച്ച വിഷയമാണ്. അപ്പം അവളെ ഈ കുരിശ് വരക്കുമ്പോഴൊക്കെ അവൾക്ക് ഫെയ്ത്തില്ല. കാര്യം എന്താ? അവൾ ഈ വിഷയം ചെയ്ത്
ചില ആൾക്കാർ പറയുന്നത് ലോകത്തിലുള്ള സകലമാന പുണ്യാളന്മാരെയും വിളിച്ചെന്നൊക്കെ പറയല്ലേ, അതുപോലെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതാണ്. ഈ വിശ്വാസ ജീവിതത്തിലെ ഈ ക്ലോസിങ് എന്ന സംഭവമില്ല. അതിൻ്റെ അകത്ത് തുറവി മാത്രമേ ഉള്ളൂ, പക്ഷെ താക്കോലുള്ളവും വരണം. ബൈബിൾ അവസാനിക്കുന്നത് അങ്ങനെയാണ്: മുദ്ര പൊട്ടിക്കാൻ അധികാരമുള്ളവൻ, അതുപോലെ തന്നെ വാതിൽ തുറക്കാൻ താക്കോലുള്ളവൻ. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അടഞ്ഞുപോയ ജീവിതത്തിൻ്റെ വാതിൽ തുറക്കാൻ താക്കോല് ആരുടെയോ കയ്യിലുണ്ട്. ഇപ്പം ഈ കേസിൽ എന്താ സംഭവിച്ചത്? അവർ പഠനം നിർത്തി പ്രാർത്ഥന നിർത്തി വെച്ചിട്ട് അവസാനം അമ്മ പോയി മകളുടെ വയറെ കൊണ്ട് കുരിശിട്ട് ആ ആഴ്ചയിൽ അവൾ പ്രഗ്നൻ്റായി. ആ കുഞ്ഞിനെയും കൊണ്ട് അവിടെ സാക്ഷ്യം പറഞ്ഞത്. ഷാലുമിന് വരണ സാക്ഷ്യം അതാണ്. ഇനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ സാധ്യതയും പരീക്ഷിച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും. നമുക്കറിയാമല്ലോ, കൃപാസനത്തിൻ്റെ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ഉടമ്പടി പേടകത്തിലാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിക്ഷേപിക്കുന്നത്. ആ ഉടമ്പടി പേടകം പുതിയ നിയമത്തിലെ ഉടമ്പടി പേടകം പരിശുദ്ധ അമ്മയാണെന്ന് പുസ്തകത്തിൽ നിങ്ങൾക്കറിയാം, ഉടമ്പടി പുസ്തകത്തിലുണ്ട്. പഴയ നിയമത്തിൽ ഉടമ്പടി പേടകത്തിൽ 3 കാര്യമുണ്ടായിരുന്നു. എന്താണെന്ന്? അഹറോൻ്റെ ഉണക്കവടി. അതെന്താ കാര്യം? മോസസിൻ്റെ ജീവിത പങ്കാളിയും മറ്റുള്ളവരും അഹ്റോന് കൊടുത്ത അധികാരത്തെക്കുറിച്ച് പാളയത്തിൽ പടയുണ്ടാക്കി. കാര്യം ഞങ്ങൾക്കും പ്രവചിക്കാനും ദൈവം വരങ്ങൾ തന്നിട്ടുണ്ട്, അഹ്റോന് മാത്രമല്ല എന്ന് പറയും. അപ്പോൾ ഈ പാരവെപ്പും സൂചിവെപ്പും പാളയത്തിൽ പടയൊക്കെ പണ്ട് മുതലേ ഉള്ള കാര്യമാണ്. മോസസ് പറഞ്ഞു ദാറ്റ്സ് ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാം. മോസസ് ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെ പോലെ കാലം സൗമ്യനായൊരു മനുഷ്യനാണ്. അതേ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, എന്തിനാണ് നമ്മുടെ പേര് വാഗ്വാദം ഉണ്ടാക്കുന്നത്? നിങ്ങൾ ഓരോരുത്തർ ലെവയ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തർ, അല്ലെ ഇസ്രായേലിൻ്റെ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തർ വന്ന് ഓരോ വടിവെട്ടി, ഉണക്ക വടിവെട്ടി നിങ്ങളെ കൂടാരത്തിൽ വെക്കേ. ഞാൻ യഹോവയോട് പ്രാർത്ഥിക്കട്ടെ, രാവിലെ കൂടാരം തുറന്ന് നമുക്ക് നോക്കാം ആരുടെ വടിയാണ് തളർത്തിരിക്കണത്, അവരെയാണ് ദൈവം ഏൽപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ രാവിലെ കൂടാരം തുറന്ന് എല്ലാവരും ഉണക്ക വടി വെട്ടിക്കൊണ്ടെന്ന് വെച്ചു. മോസസ് കൂടാരം തുറന്ന് നോക്കിയപ്പോൾ അഹ്റോൻ്റെ ഉണക്ക വടി വരണ്ട വടി തളർത്തിരുന്ന്. ഇത് ബൈബിൾ ആദ്യകാലം പോലെ ഉണ്ടാകുന്നൊരു വിഷയമാണ്. വെള്ളമില്ല എന്ന് പറഞ്ഞപ്പോൾ, വെള്ളമില്ല, വരണ്ട് ജനങ്ങൾ അവരെന്നെ തല്ലാനും കൊല്ലാനും വരുന്നു, പട്ടിണിയായിപ്പോയെന്ന് പറഞ്ഞപ്പോൾ വാട്ട്സ് ഇൻ യുവർ ഹാൻഡ്, ദൈവം നിൻ്റെ കൈയിരിക്കണേ എന്താണ്? അതൊരു വടിയാണ്, അടിക്കാൻ പറഞ്ഞേ പാറയിലെ. അപ്പോൾ വരണ്ട പാറയിൽ നിന്ന് വെള്ളം പൊട്ടി വന്നു, ഉണക്ക വടി തളർത്ത് വന്നു. ഇതൊക്കെ ജീവിതത്തിൽ സംഭവിക്കണതാണ്. ഒരു മിറക്കിൾ സംഭവിക്കേണ്ട ഒരു മുനമ്പിലാണ് നിൻ്റെ ജീവിതം വന്ന് നിൽക്കണത്. അത്രയേ ഉള്ളൂ എൻ്റെ അത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, 3 കോടി കടമുണ്ട്, ഫാക്ടറി വിറ്റാൽ 1 കോടി കിട്ടത്തുള്ളൂ, ബാക്കി എവിടെ പോകുമെന്ന് എനിക്ക് അന്തവുമില്ലെന്നറിയില്ലേ? അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? ഒരു മിറക്കിൾ സംഭവിക്കാതെ, ദൈവം നേരിട്ട് ഇടപെടാതെ നിനക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത്രയേ ഉള്ളൂ എൻ്റെ അർത്ഥം. അപ്പോൾ നിനക്കത് വ്യക്തമായില്ലേ? അതായത് ദൈവം നേരിട്ട് ഇടപെടാതെ നിനക്ക് അത് നിൻ്റെ കഴിവുകേടാണ്, അല്ലെങ്കിൽ ഇനി മറ്റു മാർഗമൊന്നുമില്ല എന്നല്ല. നമ്മളുടെ കൈയും കാലം തളരുകയും നമുക്കൊരു വഴി കാണാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അത് 14:6. എന്താ അർത്ഥം? ഞാനാകുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 14:6. എന്താ ഏറ്റു പറഞ്ഞേ? ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. അപ്പോൾ നമ്മുടെ വഴി മുട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ച് തരണം. ഇതിനാണ് ഈ അരമണിക്കൂർ വചനം വായിക്കാൻ പറയണത്. ഉടമ്പടിയിലില്ലേ അരമണിക്കൂർ വചനം വായിക്കാൻ? അരമണിക്കൂർ വചനം വായിക്കാൻ പറയുന്നത് അരമണിക്കൂർ വചനം വായിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അച്ഛൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വായിച്ചു പോരുകയല്ല.
ഞാൻ പറയാം 1/2 മണിക്കൂർ കൊണ്ട് 5 വചനം വായിച്ചാലും മതിയെന്ന് പറയും. എന്താ കാര്യം? 1/2 മണിക്കൂർ കൊണ്ട് 5 വചനം എന്ന് വെച്ചാൽ ഒരു വചനം ഒരു 50 പ്രാവശ്യം നമ്മൾ വായിക്കും. അപ്പോൾ ആ വചനം 5 നമ്മൾ ഓർത്തിരിക്കും. വചനം ഓർത്തിരിക്കണം. അല്ലാതെ നിങ്ങൾ പേപ്പർ വായിക്കണ പോലെ ഒരു കോളം വായിച്ച് അടുത്ത കോളം വായിച്ച് പോകരുത്. വചനം വായിക്കുമ്പോൾ വചനം പ്രയോജനപ്പെടണം. വചനം വായിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വചനം പ്രയോജനപ്പെടണം. വചനം വായിക്കണത് എന്തിനാ? വചനം പ്രയോജനപ്പെടാനാണ്. അതുകൊണ്ട് ഈ ഇലക്ട്രിക് ട്രെയിൻ പോലെ അങ്ങനെ വായിച്ചു പോകരുത്. മറിച്ച് ശാന്തമായിട്ട് വായിക്കണം. എന്തിനാണ്? അത് ഹെബ്രായർ 4:2 അവർ കേട്ട വചനം പറഞ്ഞ് അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവരത് വിശ്വസിച്ചില്ല. അപ്പോൾ വചനം എന്തിനുള്ളതാണ്? പ്രയോജനപ്പെടാനുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ വണം പോലെ വായിച്ചു പോയാൽ അത് പ്രയോജനപ്പെടത്തില്ല. ഓരോ വചനവും വളരെ ശാന്തമായിട്ട് വചനം അങ്ങനെ വചനം പഠിച്ചു വരുമ്പോൾ എന്ത് വരും അറിയാമോ? വചനം ഓർപ്പിച്ച് തരും. ആര്? പരിശുദ്ധാത്മാവ്. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ ഓർപ്പിച്ച് തരാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എങ്ങനെ ഓർപ്പിച്ച് തരും? ഇപ്പം 14:26 യോഹന്നാൻ്റെ സുവിശേഷം പറഞ്ഞത് എന്താണ്? പരിശുദ്ധാത്മാവ് വരുമ്പോഴേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവ നിങ്ങളെ അനുസ്മരിപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. പക്ഷെ അനുസ്മരിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കൈ വേണ്ടേ? അപ്പം നമ്മുടെ സ്മൃതിയിലെങ്കിലും അത് ഉണ്ടാവണം. അതുകൊണ്ടാണ് 1/2 മണിക്കൂർ കൊണ്ട് 5 വചനം വായിച്ചാൽ മതിയെന്ന് പറയണത്. 1/2 മണിക്കൂർ കൊണ്ട് 5 വചനം വായിച്ചാൽ തന്നെ 3, 15, 150 വചനങ്ങൾ ഒരു മാസം വായിക്കും. ഒരു മാസം 150 വചനമാണെങ്കിൽ 3 മാസത്തെ ഒന്നാം ഘട്ട ഉടമ്പടി കഴിയുമ്പോൾ 15, 3, 45, 450 വചനങ്ങൾ. 450 വചനങ്ങൾ നമ്മുടെ മനസ്സിലാകും. ഈ 450 വചനങ്ങൾ കഴിയുമ്പോഴാണ് അച്ഛനെ കാണേണ്ട സമയമാകണത്. അപ്പം അച്ഛൻ അങ്ങോട്ട് ചോദിക്കും, ഒരു സുവിശേഷം പറയും. ഉടനെ പറയും പ്രഭാഷകനെന്ന് പറയും. അപ്പം തന്നെ കട്ടയപ്പടെ മടക്കും. ഗെറ്റ് ഔട്ട് അടിക്കത്തില്ല. കാര്യം എൻ്റെ മൂടി ഞാൻ കളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആൾക്കാരത് ബാധിക്കുന്ന കണ്ട് ക്ഷമിക്കും. അല്ലെങ്കിൽ ഇവരോട് ക്ഷമിക്കേണ്ട കാര്യമില്ല. കാര്യം ഇവർ വചനം തുറന്നു നോക്കാതെ ഉടമ്പടി പാലിക്കാതെ വന്നിരിക്കുക. കാരണം 450 വചനം ഇവർ കാണാൻ പിടിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പം ഇന്ന് ഈ വിഷയം നിങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വചനം ഹെബ്രായർ 4:2 അനുസരിച്ച് പ്രയോജനപ്പെടാൻ വേണ്ടി അതിൽ വിശ്വസിക്കാൻ വചനം എന്നെ ഹൃദിസ്ഥമാക്കി തരണമേ. നമുക്ക് വചനത്തിനോട് ഒരു സ്നേഹം ഉണ്ടാകണം. അപ്പോൾ വചനത്തോട് നമ്മളൊരു സ്നേഹം ഉണ്ടാകും. ഇപ്പം നമുക്കറിയാമല്ലോ, ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ രക്തബന്ധത്തിന് വലിയ പ്രാധാന്യമില്ല. വിശ്വാസബന്ധത്തിനാണ് പ്രാധാന്യം. പറഞ്ഞ മനസ്സിലായ? ദൈവത്തിൻ്റെ അടുത്ത് അടുക്കുമ്പോൾ എന്തിനാണ് രക്തബന്ധത്തിന് പ്രാധാന്യമില്ല. രക്തബന്ധത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നെങ്കിൽ സെബദീപുത്രന്മാരുടെ അമ്മയില്ലേ സലോമി, സെബദീപുത്രന്മാരുടെ അമ്മയെന്ന് പറഞ്ഞത് ആരാണ്? സെബദിയുടെ ഭാര്യ. ആരാണ്? സലോമിയാണ്. സലോമിയുടെ മകനാണ് യാക്കോബ്, ചെറിയ യാക്കോബ്. അപ്പോഴേ യാക്കോബ് ശ്ലീഹ ശരിക്കും പറഞ്ഞാൽ പത്രോസിനെ പോലെ അധികാരത്തിൽ വരേണ്ട ആളാണ്. രക്തബന്ധത്തിലാണ് കർത്താവ് പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ യാക്കോബ് ശ്ലീഹായെ യോഹന്നാനെ ആയിരിക്കും അപ്പോൾ പ്രഥമ സ്ഥാനത്തേക്ക് വരേണ്ടത്. നിങ്ങൾ ഈ കളി മനസ്സിലാക്കണം. യാക്കോബ് ശ്ലീഹ പാരമ്പര്യം പറയണത് യോഹന്നാൻ ഈശോനെ പോലെ തന്നെ ഇരുന്നെന്നാണ് പറയണത്. മിടുക്കിന് വേണമെന്ന് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, പക്ഷേ കർത്താവുമായിട്ട് രക്തബന്ധം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരാരെങ്കിലും ആ രക്തബന്ധത്തിനാണ് ദൈവം പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ യാക്കോബ് അല്ലെങ്കിൽ യോഹന്നാൻ പ്രധാന പുരോഹിതൻ, പ്രധാന അപ്പോസ്തലനായിട്ട് വരണം. പക്ഷെ ഒരു ബന്ധവുമില്ലാത്ത, നാട്ടുകാരനല്ലാത്ത ഒരാളാണ് കർത്താവ് എടുത്തത്. ആരെടുത്തത്? പത്രോസിനെ. അതെന്താണെന്ന് എല്ലാവരും അറിയണം. പത്രോസിനോട് കർത്താവ് ചോദിച്ചത് ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. എന്താണ്? ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? വേറെ ചോദ്യമില്ല.
അപ്പോൾ പത്രോസ് ഉടനെ എന്ത് പറഞ്ഞു? നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ 16:26 മത്തായിയുടെ സുവിശേഷത്തിൽ 16:26 16 മുതൽ നമ്മളത് വായിച്ചു പോകും. അപ്പോഴെന്താണ് പിതാവ് പറയണത്? അപ്പോൾ എന്ത് ഈശോ പറഞ്ഞത്? ശിമയോനെ, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് എന്ന് പറയും. അപ്പോൾ കുഴപ്പമില്ലല്ലോ. പക്ഷേ ഈശോ ആരാണെന്ന് പത്രോസിന് വെളിപ്പെടുത്തിയത് പിതാവാണെങ്കിൽ പിതാവ് വെളിപ്പെടുത്താനുണ്ടായ കാരണം എന്താണെന്ന് നമ്മൾ അറിയണം. കാര്യമേ, ഇനി നിങ്ങൾ കുറച്ച് വചനങ്ങൾ പഠിച്ചോ അല്ലെങ്കിൽ കുറച്ച് പ്രാർത്ഥന പഠിച്ചോ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കർത്താവ് 5:5 പറഞ്ഞത്, ലൂക്ക 5:5 എന്താ? ആഴങ്ങളിലേക്ക് നീക്കി വലിയിറക്കുക. ആഴങ്ങളിലേക്ക് നീക്കുമ്പോൾ എന്ത് പറ്റും? വലിയ മത്സ്യങ്ങളാണ് ആഴങ്ങളിലുള്ളത്. ആധ്യാത്മിക ആഴങ്ങൾ അന്വേഷിച്ചിട്ട് ദൈവത്തിൻ്റെ ഫേവേഴ്സ്, ഫിസിക്കൽ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന അനുഗ്രഹങ്ങളല്ല, മറിച്ച് വലിയ മീനാകുന്ന ആത്മാവിൻ്റെ ശക്തിയാകുന്ന കൃപ ആർജിക്കണം. അത് ദൈവത്തെ അറിയുന്നതനുസരിച്ചാണ് വരണത്. നമ്മൾ ഈ വചനം എല്ലാ മാസവും വന്ന് കേൾക്കാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ടോ? എല്ലാ മാസവും ഒരു പ്രാവശ്യം വന്നിട്ട് വചനം കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ പറയണത്? വചനം കേൾക്കണത് എന്തിനാണ്? അങ്ങനെ ദൈവ വചനം കേട്ട് കഴിയുമ്പോൾ കർത്താവിനെ നമുക്ക് അറിയാൻ പറ്റും, ഇല്ലേ? ദൈവത്തെ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ വചനം കേൾക്കണത് എന്തിനാ? ദൈവത്തെ അറിയാനാണ്. ദൈവത്തെ അറിഞ്ഞാൽ ആ അറിവ് എവിടം വരെ പോകും? യോഹന്നാൻ 17:3 എന്താ പറയണത്? ഏക സത്യദൈവമായ നിന്നെയും പറഞ്ഞേ, നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. അറിവിലാണ് ഇരിക്കുന്നത്. വചനം എന്തിനാണ് കേൾക്കണത്? അറിയാൻ വേണ്ടിയാണ്. അറിയുന്ന അനുസരിച്ച് നിത്യജീവൻ വരെ ഈ അറിവിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തുമാത്രം ഈശോയെക്കുറിച്ച് അറിവ് ആഴപ്പെടുന്നുവോ അതിന് ആനുപാതികമായിട്ടാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. എന്തുമാത്രം ഈശോയെക്കുറിച്ച് അറിവ് ആഴപ്പെടുന്നുവോ അതിന് ആനുപാതികമായിട്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വിശ്വസിച്ച് അങ്ങയെ അറിയാൻ അറിഞ്ഞ് അനുഭവം പ്രാപിക്കാൻ എന്നെ സഹായിക്കണം. അപ്പൊ അറിവ് നമുക്ക് എന്താ തരണത്? അനുഭവം തരും. അറിവിൻ്റെ ഉദ്ദേശം എന്താ? അനുഭവമാണ്. ഈ അനുഭവം നമുക്ക് ലഭിക്കണത് ഈശോയിൽ എന്തെല്ലാം ഉണ്ട്, ഈശോയിൽ നിന്ന് എന്തെല്ലാം ലഭിക്കും, ഇങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ച് നമ്മൾക്ക് അറിയുന്ന അനുസരിച്ചാണ് നമ്മൾക്ക് അനുഭവം വർദ്ധിക്കണത്. അതെപ്പോഴും ഓർക്കണം എൻ്റെ മക്കൾ. കർത്താവിനെക്കുറിച്ച് ഇപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു സംഭവം നിങ്ങളുടെ കഴിവ് കൊണ്ട്. ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ്, ഡോക്ടർ ക്യാൻസർ ആണെന്ന് പറഞ്ഞു അല്ലേ? അവിടെ സാക്ഷ്യം കേട്ടില്ലേ? ഡോക്ടർ ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ ചെറുപ്പക്കാരനായ ആ മകൻ ക്യാൻസർ ആണെന്ന് ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞപ്പോൾ അമ്മയും അപ്പനും കൂടി അവനെ കൃപാസനത്തിൽ കൊണ്ടുവന്നു അല്ലേ? ഞാൻ ആ സാക്ഷ്യം കേൾക്കുകയായിരുന്നു, ഞാനതൊക്കെ മറന്നുപോയി. അപ്പോൾ അവർ അച്ഛനെ കണ്ട്, എന്നാൽ അച്ഛൻ എന്താ ചെയ്തത്? നിൻ്റെ പേരിങ്ങോട്ട് കുറിച്ചതാ, ഞാൻ അമ്മയ്ക്ക് കൊടുത്തേക്കട്ടെ എന്ന് പറഞ്ഞു. നീ വന്ന് സാക്ഷ്യം പറഞ്ഞോളാൻ പറഞ്ഞു. നിങ്ങൾ ആ ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ പറഞ്ഞത്, നിൻ്റെ പേരിങ്ങ് കുറിച്ചതാ, ഞാനത് അമ്മയ്ക്ക് കൊടുക്കട്ടെ, എന്നിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരറിവുണ്ട്. ഒരറിവ് എന്താ? ഞാൻ കഴിഞ്ഞ 57 കൊല്ലമായിട്ട് അറിഞ്ഞൊരറിവുണ്ട്. അത് പഠിച്ചും വായിച്ചും അനുഭവിച്ചും പ്രാർത്ഥിച്ചും അറിഞ്ഞൊരറിവുണ്ട്. ഈ അറിവ് എന്നോട് എപ്പോഴും പറയും, അമ്മ അവസാന കൈക്ക് ഒരു ഒപ്പിട്ട ജീവൻ തിരിച്ചു തരുമെന്ന് പറയും. വീഞ്ഞ് മാത്രമല്ല നിൻ്റെ ലൈഫ് പോയിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ എന്തുകൊണ്ടാണ് ICU എന്നൊക്കെ ആൾക്കാർ എഴുന്നേറ്റ് വരുന്നത്?
ICU-ന്ന് എഴുന്നേറ്റ് വന്ന് എത്ര സാക്ഷ്യങ്ങൾ ഇപ്പം ഇന്ന് കേട്ടപ്പോൾ നമ്മൾ, അത് ഡെഡ് ബോഡിയായിട്ട് പോയ സംഭവമല്ലേ. എന്നിട്ട് അവർ നെഞ്ചത്ത് കൃപാസനം പത്രം വെച്ച് നെക്കിക്കൊണ്ട് ആംബുലൻസ് ഒരു ആശുപത്രിയിൽ നിന്ന് അടുത്ത ആശുപത്രി, അടുത്ത ആശുപത്രി, അടുത്ത ആശുപത്രി, 4ാമത്തെ ആശുപത്രി പോയെന്നില്ലേ. ആ സമയം എല്ലാം ഈ പത്രം വെച്ച് നെക്കി വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ആശുപത്രി ഇപ്പോൾ അടുത്ത ആശുപത്രി വെച്ച് എത്രയോ 10,000 ആൾക്കാർ മരിക്കുന്നു ഇല്ലേ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ മരിക്കണോ? ഒരു ആശുപത്രിയിൽ നിന്ന് റിജക്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ മരിക്കുന്നു. പക്ഷേ എങ്ങനെയാണ് ലാഗ് ചെയ്ത് ജീവൻ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അതായത് അമ്മ വിചാരിച്ചാൽ, അമ്മ ഈശോനോട് പറയുമ്പോൾ ഉള്ള പ്രശ്നം അറിയാമല്ലോ. നമ്മുടെ കഴിഞ്ഞകാല ഫയലുകൾ നോക്കാതെ അമ്മ ചെയ്യത്തുള്ളൂ. അമ്മയുടെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മുമ്പും പുറകും നോക്കത്തില്ല. അമ്മ ഒരു വിഷയത്തെ, അതായത് നമുക്ക് അമ്മ ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ നിൻ്റെ കഴിഞ്ഞകാല ചരിത്രമോ നിൻ്റെ പാപാവസ്ഥയോ നിൻ്റെ മുമ്പും പിറകും പരിസരങ്ങളോ ഒന്നും നോക്കത്തില്ല. കാനായിലെ കല്യാണത്തിൽ അമ്മ ആ വിഷയത്തിൽ ഇടപെടുമ്പോൾ ഈശോ പറഞ്ഞ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. ഇവർക്ക് സാക്ഷാക്കാനുള്ള യാതൊരുവിധ ചാൻസും ഇല്ല. കാര്യം പിതാവിൻ്റെ മനസ്സിലുള്ള സമയം ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ പല അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കാൻ ദൈവതിരുസന്നിധി സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടെന്നല്ലേ വെളിപ്പെടുത്തുന്നത്. യു മസ്റ്റ് ലിസൺ. മനസ്സിലായില്ലേ? അനുഗ്രഹങ്ങളാണെങ്കിലും അത് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്നാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ഏതായാലും വെള്ളം വീഞ്ഞാക്കുന്നതിലോ വീഞ്ഞാക്കി കല്യാണത്തിൽ കൊടുക്കുന്നതിലോ ഉണ്ടായ സാങ്കേതിക തടസ്സം എന്താണ്? അത് ഫണ്ടമെൻ്റലായിട്ടുള്ള തടസ്സമാണ്. കാര്യം ഈശോ ആക്ട് ചെയ്യാൻ പറ്റിയ പിതാവിൻ്റെ മനസ്സിലെ സമയം ഇപ്പോഴും വെളിപ്പെട്ട് വന്നിട്ടില്ല. ആ സമയത്തെക്കുറിച്ച് പോലും അറിയാൻ പാടില്ല. അതെപ്പോഴാണെന്ന് പോലും അറിയാൻ പാടില്ല. നമുക്ക് സമയം ഇപ്പോൾ കൃപാസനത്തിൽ മറ്റന്നാൾ പ്രാർത്ഥനയുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നാലാം ചൊവ്വാഴ്ച പ്രാർത്ഥനയുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അറിയാം, ഉണ്ടെന്ന കാര്യം അറിയാം. ഇത് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ആ സമയം എപ്പോഴാണെന്ന് പോലും അറിയത്തില്ല. ഞാനോട് ദൈവമേ, ഒരുപക്ഷെ ബൈബിളിലെ ഏറ്റവും സങ്കീർണമായൊരു വിഷയമാണ്. ബൈബിളിലെ ഏറ്റവും സങ്കീർണമായൊരു വിഷയം നടപ്പിൽ വരുത്തുന്നതിന് എല്ലാ വശവും അടഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണത്. കാര്യം പിതാവിൻ്റെ മനസ്സിൽ ഈശോ ദൈവരാജ്യത്തിൻ്റെ അടയാളം കാണിക്കുന്ന സമയം ഇപ്പോഴും വെളിപ്പെട്ട് വന്നിട്ടില്ല. ആ സമയത്താണ് അമ്മ ആ വിഷയത്തിൽ ഇടപെടുന്നത്. ദൈവവേദനേ, നിൻ്റെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി എത്ര കടമ്പകൾ കടക്കേണ്ടി വരുന്ന വിഷയമാണെങ്കിലും നിൻ്റെ അമ്മ ഒരു പ്രാവശ്യം അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ദൈവം അത് മാറ്റിവെക്കത്തില്ല. ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ഭൂമുഖത്ത് ഇന്ന് ലഭിക്കാവുന്നതിന് വെച്ച് ഏറ്റവും സുവിശേഷ വിഹിതമായ ശക്തമായൊരു പ്രാർത്ഥനയാണ്, കോംപ്രമൈസ് ഇല്ലാത്ത പ്രാർത്ഥന. നിങ്ങളുടെ ചിലരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം താമസിക്കുമ്പോൾ എനിക്ക് വിസ്മയമാണ്. കാരണം അച്ഛനെ കാണുന്ന വിഷയം പോലും അമ്മ ആദ്യം പറഞ്ഞത് എന്താണ്? ആദ്യം അടയാളം കിട്ടിയിട്ട് കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. നിങ്ങളെ പഴയ ഉടമ്പടിയുടെ പേപ്പർ നോക്കിയാൽ മതി. ആദ്യം അടയാളം കിട്ടിക്കഴിയുമ്പോൾ അച്ഛനെ കാണുകയെന്ന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ് കാണാൻ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം സാക്ഷ്യം പറയാത്ത ആൾക്കാരാണ് ഈ ഡിജിറ്റലിൽ കണക്കെടുക്കുന്നത്. അതുകൊണ്ട് ഇനി അപ്പോൾ അടുത്ത മാസം വരുമ്പോൾ സാക്ഷ്യം പറഞ്ഞവരെ മാത്രം കാണുന്ന വിഷയം വരും, അവർക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന വിഷയം വരും. കാര്യം സാക്ഷ്യം പറയാത്തതിനെ കുറിച്ച് കൃപാസനത്തിന് സംശയം വരും. എന്താ കാര്യം? ഉടമ്പടിയിൽ കാലതാമസം വരുത്തേണ്ട കാര്യമില്ല. അത് കാലതാമസം വരുത്താത്ത പ്രാർത്ഥനയാണ്. അത് ജീവൻ്റെ മേൽ പോലും അമ്മ ഇടപെട്ട് കഴിഞ്ഞാൽ ദൈവം ജീവൻ തിരിച്ചു കൊടുക്കുന്ന പ്രാർത്ഥനയാണ്. അതാണിപ്പോൾ സാക്ഷ്യം പറഞ്ഞത്. അത് എന്ന് പറയണത് 16 കൊല്ലമായി മക്കളില്ല എന്നുണ്ടെങ്കിലും 10 കൊല്ലത്തിന് മുമ്പ് എല്ലാ ചികിത്സ അവസാനിപ്പിച്ചാലും 10ാമത്തെ കൊല്ലം 16ാമത്തെ കൊല്ലം ഉടമ്പടി ചെയ്യുമ്പോൾ ആരാണ് ഉടമ്പടി ചെയ്യണത്? അവരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ദൈവം ഇല്ലായ്മയിൽ നിന്ന് ബൈബിളിൽ കാലത്തെന്നതുപോലെ കുഞ്ഞിനെ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രാർത്ഥനയാണ്. കൈ അടിച്ചു കിടത്താണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അനുഗ്രഹങ്ങൾ ചൊരിയുന്നതിനെ നന്ദി പറയുന്ന കർത്താവേ, അഭിഷേകം നിറയുന്ന കർത്താവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വ കർത്താവേ. ഉടമ്പടിയിൽ ഓരോ നിയോഗങ്ങൾ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, ഇതെല്ലാം വളരെ സിമ്പിളാണ്. ആദ്യം ഒരു തീരുമാനം എടുക്കണം. എന്താ തീരുമാനം? അറ്റ് എനി കോസ്റ്റ്, എന്ത് വില കൊടുത്തും ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനം എടുക്കണം. അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. നമുക്കറിയാവില്ല, ഗലാത്യർ 5:21 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുടെ കൂടെയാണ് 5:23 സ്നേഹം പറയണത്. പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, അർത്ഥവത്തായ ഉടമ്പടി പാലിക്കാൻ പരിശുദ്ധാത്മാവിന്റെ വരദാനമായ ദൈവസ്നേഹത്താൽ എന്നെ നിറക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വരദാനമായ ദൈവസ്നേഹത്താൽ എന്നെ നിറക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, 4:30 മണി വരെയാണ് ആരാധനാ സമയം. നിങ്ങൾ ഇനി കൗൺസിലിങ്ങിന് വരുമ്പോൾ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എത്ര മണിക്കാണ് പോയെന്ന് ചോദിക്കും. ഇപ്പം 4:30 മുമ്പ് ട്രെയിൻ കിട്ടി, വണ്ടി കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കൃപാസം ഉൾക്കൊള്ളത്തില്ല. ചില ആൾക്കാർ പോകുന്നതുകൊണ്ട് പറഞ്ഞതാണ്, അതെല്ലാം ക്യാൻസലായിട്ട് കൃപാസം കണക്കാക്കത്തുള്ളൂ. 20,000 പേര് ഉടമ്പടി പുതുക്കി നിൽക്കുന്നതാണ്. ഉടമ്പടി തുടരണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുമ്പോൾ വന്നിട്ട് തോന്നുമ്പോൾ പോകാം. അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ ആശീർവാദം കഴിഞ്ഞ് മാത്രമേ പോകാൻ അനുവാദമുള്ളൂ. ഇപ്പോഴായാലും ഞങ്ങൾ ഇന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനെങ്കിലും ചോദിച്ചു പോകും. കാര്യം നിങ്ങൾ ആ ഉടമ്പടി പാലിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ കാര്യം, ആരാധന ഇരിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ കാര്യമാണ് കുടുംബത്തിലുള്ളതെങ്കിൽ പിന്നെ ആരാധനയ്ക്ക് വരേണ്ട കാര്യമില്ല. ശ്രദ്ധിക്കുക. സുഡ ഹല്ലേലൂയ സുഡ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. പ്രാർത്ഥന കൃപ ലഭിക്കാതെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഉടമ്പടി അർത്ഥവത്തായിട്ട് പാലിക്കാൻ, നിയോഗങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കാൻ, നിബന്ധനകൾ പാലിക്കാൻ കർത്താവേ കൃപ ചൊരിയുന്നതിനെ ഓർത്ത് പറയുന്നു. ഇതിൻ്റെ അകത്തുള്ള തന്ത്രങ്ങൾ, നല്ല അർത്ഥത്തിൽ, കുതന്ത്രമല്ല, തന്ത്രങ്ങൾ, ടെക്നിക്സ്. എന്താ സംഭവം? ബൈബിൾ കുറേ അധികം ഫോർമുല തരുന്നുണ്ട്. ഒന്ന്, ഇപ്പം അച്ഛൻ പറഞ്ഞു, മക്കൾ ശരിക്കും നിരന്തരം, നിങ്ങളിപ്പോൾ കാരുണ്യ പ്രവൃത്തി ഇല്ലേ ഉടമ്പടിയിലെ, കാരുണ്യ പ്രവൃത്തി ചെയ്തവരെ കൈപൊക്കിക്ക്. ഇപ്പോൾ വളരെ അപൂർവം വരെ കാരുണ്യ പ്രവൃത്തി ചെയ്തിട്ടുള്ളത് ഇല്ലേ? ഞാൻ രോഗിയായാലും നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, ഞാൻ വിശക്കുന്ന എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു, ഞാൻ നഗ്നനായാലും നിങ്ങൾക്ക് വസ്ത്രം തന്നു. അതൊക്കെയാണ് കാരുണ്യ പ്രവൃത്തികൾ. അപ്പോൾ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കാരുണ്യ പ്രവൃത്തി. ഇപ്പോൾ കാരുണ്യ പ്രവൃത്തി എന്താണ് ചെയ്തത് എന്ന് കൗൺസിലർ നിങ്ങളോട് ചോദിക്കും, അത് പുതുക്കുന്നതിന് മുമ്പ്. ആ കാരുണ്യ പ്രവൃത്തി ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കൗൺസിലർ അതിന്മേൽ എഴുതി രഹസ്യമായിട്ട് കോഡിട്ട് വെക്കും. നിങ്ങൾ അറിയത്തില്ല. അച്ഛനത് വരുമ്പോൾ അച്ഛൻ അറിയാൻ പറ്റും ഇത് കള്ളത്തരമാണല്ലോ കാണിച്ചിരിക്കണമെന്ന്. കാരുണ്യ പ്രവൃത്തി ചെയ്തിട്ടില്ല. 3 മാസം ഉടമ്പടി പിന്നിട്ട് ഒരു കാരുണ്യ പ്രവൃത്തി പോലും ചെയ്തിട്ടില്ല. ആ പഴയ ജഡിക ക്രിസ്ത്യാനിയായിട്ട് ഇപ്പോഴും ജീവിച്ചു വരികയാണ്. കാരുണ്യ പ്രവൃത്തി ചെയ്യണത് എന്താ? ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണത്. ദൈവത്തിനെ ഞാൻ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദൈവം പറയും, പ്രൂവ് ചെയ്യാൻ പറയും. ദൈവം പറയും, അത് നീ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞത് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോഴാണ് നമ്മൾ കാരുണ്യ പ്രവൃത്തി. കർത്താവെ, എന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ വചനം പാലിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം പാലിക്കും. 14:21 എന്നെ സ്നേഹിക്കുന്നവർ, യോഹന്നാൻ 14:21 ശ്രദ്ധിച്ച് കേൾക്കണേ. യോഹന്നാൻ 14:21 എന്നെ സ്നേഹിക്കുന്നവരെ എൻ്റെ വചനം പാലിക്കും. പറഞ്ഞേ, എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. പറഞ്ഞേ,
അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കും. ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കും. എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. അപ്പൊ അതിനു വേണ്ടിയാണ് കാരുണ്യ പ്രവൃത്തി ഉള്ളത്. കർത്താവിൻ്റെ വചനമാണ്. അമ്മ വെള്ളം വീഞ്ഞാകണ മുമ്പ് എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അവൻ പറഞ്ഞ കാര്യമാണ്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അവൻ പറഞ്ഞ കാര്യമാണ്, എനിക്ക് വിശന്നു, എനിക്ക് ഭക്ഷണം തന്നത്. അവൻ തന്നെ പറഞ്ഞ കാര്യമാണ്, ലോകം മുഴുവനും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അതിനാണ് പ്രേക്ഷിത പ്രവർത്തനം. ആ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറഞ്ഞില്ലേ? 2:7 യോഹന്നാൻ. അവൻ പറഞ്ഞ പോലെ, അവൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അവൻ പറഞ്ഞ കാര്യങ്ങളാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. അവൻ പറഞ്ഞ കാര്യങ്ങളാണ് കാരുണ്യ പ്രവൃത്തികൾ. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം പാലിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ അതുകൊണ്ടാണ് യോഹന്നാൻ 14:21 നിങ്ങൾ എൻ്റെ വചനം പാലിക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പന പാലിക്കുന്നുവെന്നാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകണം, കർത്താവേ ഞാൻ ഇത് ചെയ്തുകൊണ്ട് അങ്ങയെ സ്നേഹിക്കുകയാണെന്ന്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ കൽപ്പന പാലിക്കും എന്ന് പറയുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവന് എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനും അവനെ സ്നേഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ വന്ന് അവന് വസിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നെ സ്നേഹിക്കുന്നവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. അതാണ് സംഭവം. പത്രോസോട് പറഞ്ഞില്ലേ, യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തിയതെന്ന് മത്തായി 16:16. ഈ പത്രോസിന് വെളിപാട് കിട്ടാൻ കാര്യം എന്താ? കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ വാക്ക് ത്യാഗം അനുഭവിച്ച് അവൻ പാലിക്കണത് കർത്താവിന് തോന്നി. അതാണ് രക്തബന്ധത്തെക്കാൾ വലിയ സ്നേഹബന്ധം. കാരുണ്യ പ്രവൃത്തി ദൈവത്തിൻ്റെ സ്വന്തമാക്കും നിന്നെ. മനസ്സിലായോ? കർത്താവിൻ്റെ കുടുംബത്തിൽ ജനിച്ചിട്ട് കാര്യമില്ല. യാക്കോബും യോഹന്നാനും കർത്താവിൻ്റെ കുടുംബത്തിൽ ജനിച്ചതാ. കുടുംബത്തിൽ ജനിച്ചതിൻ്റെ ആ വകുപ്പിൽ സലോമി വന്നിട്ടുണ്ടായിരുന്നു കർത്താവിൻ്റെ അടുത്ത്. നീ മഹത്വം പ്രാപിക്കുമ്പോൾ എൻ്റെ മകൻ അടുത്തിരിക്കണം, ഒരാൾ അരികിലിരിക്കണം, മറ്റേ ആൾ അപ്പുറത്തിരിക്കണം, ഒരാൾ ഇടതുവശത്തിരിക്കണം, ഒരാൾ വലതുവശത്തിരിക്കണമെന്ന്. കർത്താവ് പറഞ്ഞ് നടക്കുമെന്ന് തോന്നില്ല. എൻ്റെ പിതാവാണ് നിശ്ചയിക്കണത്. എൻ്റെ പിതാവാണ് നിശ്ചയിക്കണമെന്ന് 10:35 മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞപ്പോൾ നമുക്കൊരു മനസ്സിലായി, ദൈവമായിട്ടുള്ള ബന്ധമെന്ന് പറയണത് രക്തബന്ധമല്ല, വിശ്വാസത്തിൻ്റെ സ്നേഹബന്ധമാണ്. കൈ അടിച്ചു കർത്താൻ. ഹൃദയത്തിലൊരു തീരുമാനം എടുക്കണം. എന്നെ ശ്രമിക്കുന്ന സമീപസ്ഥരും വിദൂരസ്ഥരുമായിട്ടുള്ള എല്ലാ ദൈവത്തിൻ്റെ മക്കളും ഇപ്പോഴും ഒരു തീരുമാനം എടുക്കട്ടെ. കർത്താവിൻ്റെ വചനത്തെ ഞാൻ പാലിക്കും. ഈ ആഴ്ചയിൽ ഒരു വചനമെങ്കിലും ഞാൻ നടപ്പിലാക്കും. സാങ്കേതികമായ അനുസരണം കൊണ്ടല്ല, മറിച്ച് ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടെന്ന് പറഞ്ഞ മനസ്സിലായേ. വചനം പാലിക്കുമ്പോൾ ഓർക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? അത് ഔട്ട് ഓഫ് ലവ് ആയിരിക്കണം. അല്ല ഉടമ്പടി വെച്ചിട്ടുണ്ടല്ലോ, കൗൺസിലിംഗ് ചെല്ലുമ്പോൾ ചോദിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നമാണ്. മറിച്ച് അതൊന്നും അല്ല വിഷയം. നീ ചിന്തിക്കണത് എന്താണ്? ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. അപ്പോൾ 14:21 യോഹന്നാൻ്റെ സുവിശേഷം എൻ്റെ ജീവിതത്തിൽ കർത്താവ് വചനം മാംസമാക്കും. 1:14 യോഹന്നാൻ അനുസരിച്ച് കൊണ്ട് എല്ലാ വചനങ്ങളും മാംസമാകാനോ എല്ലാ വചനങ്ങളും മാംസമാക്കാനോ ഉള്ളതാണ്. കൈ അടിച്ചു കർത്താണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആമേൻ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, വരിക 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 ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ.
വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരും. അത് ക്യാഷ് ആൻഡ് കൈൻഡാണ്. ചിലപ്പോഴേ ശക്തിയായിട്ട് വെളിപ്പെടുത്തും, അത് കൃപയായി മാറും. ചിലപ്പോൾ ആനുകൂല്യമായിട്ട് വെളിപ്പെടുത്തും, അത് സൗഖ്യമായോ അനുഗ്രഹമായോ മാറും. എല്ലാം വെളിപാടാണ്. ദൈവജനെ ഇപ്പോൾ മനസ്സിലായില്ലേ? ഓൾ ഫേവേഴ്സ് ആർ റെവലേഷൻസ്. ഈ വചനത്തിലൂടെ കർത്താവ് എന്താ വെളിപ്പെടുത്തിയത്? യോഹന്നാൻ 14:21 അനുസരിച്ച് കൊണ്ട് എന്നെ സ്നേഹിക്കുന്നവന്, എൻ്റെ കൽപ്പന പാലിക്കുന്നവന്, എന്നെ സ്നേഹിക്കുന്നവന് എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവന് വസിക്കും, എന്നെ തന്നെ അവന് വെളിപ്പെടുത്തും. എന്താ പറയണത്? ദൈവത്തെ ഇപ്പോൾ കാരുണ്യ പ്രവർത്തി ചെയ്ത് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, പ്രേക്ഷിത പ്രവർത്തി ചെയ്ത് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരും. പറഞ്ഞ മനസ്സിലായില്ലേ? ദൈവം തന്നെ ദൈവത്തിൻ്റെ എത്രയോ ആയിരക്കണക്കിന് വെളിപാടുകളുണ്ട്. ഇപ്പോൾ 16 വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് ദൈവം വെളിപ്പെടുത്തിയത് എന്താണ്? ഈ കല്ലിൽ നിന്ന് എബ്രാഹാം സന്തതികൾ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് വെളിപ്പെടുത്തിയത്. മത്തായിയുടെ സുവിശേഷത്തിലെ 3:9 16 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്ക് ദൈവം യോഹന്നാൻ 14:21 അനുസരിച്ച് കൊണ്ട് എങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? കുഞ്ഞിനെ കൊണ്ടുവന്ന് എങ്ങനെയാണ് സാക്ഷ്യം പറഞ്ഞത്? ഈ കല്ലിൽ നിന്ന് മൊബിലൈസേഷൻ ഇല്ലെങ്കിൽ, മൂവ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ, അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ, ബീജത്തിന് ഓട്ടമില്ലെങ്കിൽ, ഈ കല്ലിൽ നിന്ന് മത്തായി 3:9 അനുസരിച്ച് കൊണ്ട് എബ്രാഹാം സന്തതി ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്. ദൈവത്തിൻ്റെ വെളിപാടുകൾ ദൈവത്തിൻ്റെ എബിലിറ്റിയാണ്. ദൈവത്തിൻ്റെ വെളിപാടുകൾ ദൈവത്തിൻ്റെ കഴിവാണ്. വെളിപ്പെടുത്തുന്നത് എന്തുണ്ടെങ്കിൽ ആ കഴിവ് നിന്റെ കടം മാറ്റാൻ പ്രയോജനപ്പെടും. കഴിവാണ് വെളിപ്പെടുത്തുന്നതുണ്ടെങ്കിൽ ആ കഴിവ് നിനക്ക് സൗഖ്യം ഉണ്ടാക്കാൻ വെളിപ്പെടുത്തപ്പെടും. കൈ അടിച്ചു കടത്താൻ ജീവിത പ്രതിസന്ധികൾ സമർപ്പിക്കട്ടെ, ദുരിതങ്ങൾ സമർപ്പിക്കട്ടെ, ആവശ്യങ്ങൾ സമർപ്പിക്കട്ടെ. കർത്താവേ, കല്ലിൽ നിന്ന് പോലും ദൈവമേ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഹല്ലേലൂയ. ആരംഭത്തോടെ പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിന്റെ വലിയ ശക്തി ആവശ്യിക്കുക. എന്നെ ശ്രമിക്കുന്ന ദൈവജനമേ സന്തോഷിക്കുക. കർത്താവ് നിന്നെ സന്ദർശിക്കുന്നു. കർത്താവിന്റെ ദിനത്തെ സന്ദർശിക്കുന്നു. വചനത്തിലൂടെ അവന്റെ കഴിവ് അവൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിലെ പരിശുദ്ധാത്മാവ് എന്താ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ട് മേ ബി യുവർ കണ്ടീഷൻ. നിന്റെ അവസ്ഥ എന്ത് തന്നെയായാലും നീ ദൈവത്തോടുള്ള സ്നേഹനിലവാരം വർദ്ധിപ്പിക്കാൻ പറഞ്ഞിരിക്കണം, അല്ലേ? നീ തീരുമാനമെടുക്കണം. ദൈവത്തോടുള്ള സ്നേഹനിലവാരം വർദ്ധിപ്പിക്കണത് ദൈവത്തിൻ്റെ വചനങ്ങൾ ജീവിതത്തെ പാലിച്ചുകൊണ്ടാണ്. നീ തീരുമാനിക്കുക, കർത്താവായ ദൈവമേ, നിന്റെ വചനങ്ങൾ ജീവിതത്തെ പാലിച്ചുകൊണ്ട്, നിന്റെ വചനത്തിന്റെ സാക്ഷിയായിക്കൊണ്ട്, നിന്റെ സ്നേഹത്തെ ആഘോഷിക്കാൻ, നിന്നെ സ്നേഹിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. മക്കളെ, ഒരു സന്തോഷ വാർത്ത. സുവിശേഷത്തിൻ്റെ പേര് തന്നെ സന്തോഷ വാർത്ത എന്നാണ്. ഗുഡ് ന്യൂസ്, അല്ലേ? ബൈബിൾ തുടങ്ങണേ എങ്ങനെയാണ് പറയണത്? നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക, അധ്വാനിച്ച് ഭക്ഷിക്കാനാണ് പറയണല്ലേ? 3:19 നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക. ബൈബിൾ തീരാൻ നേരത്തെ അത് തന്നെ പറയും, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പറയും. 2 തിമോത്തി 3:10 അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ. ഇതിൻ്റെ അകത്ത് 2 സ്ഥലത്ത് വെച്ച് ഈ ആദ്യം അവസാനം ഇതിൻ്റെ നടുക്ക് 2 സ്ഥലത്ത് വെച്ച് ബൈബിൾ പറയും അധ്വാനിക്കണ്ട, ഞാൻ സഹായിക്കാമെന്ന് പറയും. അതെവിടെയാ? ജോഷുവ 24:13. ജോഷുവ 24:13 എന്താ പറയണത്? നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾ നട്ടുപിടിപ്പിക്കാത്ത പാടശേഖരങ്ങളും ഞാൻ നിങ്ങൾക്ക് തരും. അത് വെളിപാടാണ്, അത് വാഗ്ദാനമാണ്. ഞാൻ എപ്പോഴും നോക്കണം, എന്താ അറിയാവോ? വാഗ്ദാനങ്ങളാണ്. കർത്താവ് വചനം എന്താണ്? വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കിൻ്റെ ദാനമല്ലേ, അല്ലേ? ദൈവത്തിൻ്റെ വാഗ്ദാനം. ദൈവം ആരാണ്? യാക്കോബിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, എബ്രഹാമിൻ്റെ ദൈവം, പിതാക്കന്മാരുടെ ദൈവം ആരാണ്? വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്.
ദൈവവചനം വായിക്കുമ്പോൾ കർത്താവെ ഈ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ വാഗ്ദാനം പാലിക്കണം, വാഗ്ദാനത്തെ അനുഭവിക്കണത്. എന്താ പറഞ്ഞിരിക്കണത്? നിങ്ങൾ പണിയാത്ത പട്ടണങ്ങൾ ഞാൻ നിനക്ക് തരുമെന്ന്, നിങ്ങൾ വെച്ചുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങൾ ഞാൻ നിനക്ക് തരുമെന്ന്. എൻ്റെ അർത്ഥം എന്താ മക്കളെ? എൻ്റെ അർത്ഥം എന്താ? നമ്മൾ എത്ര അധ്വാനിച്ചാലും ചില കാര്യങ്ങൾ, നമ്മുടെ ചില കാര്യങ്ങൾ നടക്കത്തില്ല. ഉറപ്പാണ്? ഉറപ്പല്ലേ? ഇപ്പം ഇന്നാൾ 3 പെമ്മക്കളൊരു അപ്പം വന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീടിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയണത്. വീടില്ല, കടമാണെന്നൊക്കെ പറയണത്. ഞാനാണ് അങ്ങോട്ട് ചോദിച്ച് ഒരു പെമ്മക്കളുണ്ട്, അവിടെ ഒരു മകളുണ്ട്, അവിടെ കല്യാണം നടന്ന് അപ്പം പറഞ്ഞു. പിന്നെ കടത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് പെമ്മക്കളെ കെട്ടിച്ചതിൻ്റെ പേരിലുണ്ടായിരുന്ന കടമാണെന്ന്. അപ്പോൾ ചോദിച്ച് പിടിച്ചൊക്കെ വന്നപ്പോഴാണ് വേറെ 2 പെമ്മക്കളുണ്ട്. മൂത്തോളെ കെട്ടിച്ചപ്പോൾ തന്നെ ഇത്രയും കടമായി. പെരയും അത്ര നല്ല കണ്ടീഷനല്ല. ആ 2 പെമ്മക്കൾ, ബാക്കിയുള്ള 2 പെമ്മക്കളെ എങ്ങനെ കെട്ടിക്കും? അദ്ദേഹത്തിന് അതിനുള്ള ഐഡിയ ഇല്ല. അവർ കെട്ടപ്രായമാകുമ്പോൾ താൻ മരിച്ചു പോകുന്നതാണ് പുള്ളി വിചാരിക്കണത്. അപ്പം പിന്നെ പ്രശ്നം തീർന്നില്ല. അല്ല, അങ്ങനെയാണ്. ചിന്തിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയുള്ള കപ്പാസിറ്റി ഇല്ല അയാൾക്ക്. ദൈവത്തിനറിയാം ഈ വിഷയം. കാര്യം നിൻ്റെ കഴിവിൻ്റെ അപ്പുറത്താണ് നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കിടക്കണമെന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? നിൻ്റെ കഴിവിൻ്റെ അപ്പുറത്താണ് നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കിടക്കണത്. നീ എങ്ങനെ? ചില ആൾക്കാരും മടുപ്പാണ്. എന്താ ചേട്ടാ പണിക്ക് പോണില്ലേ? പണിക്ക് പോണെച്ചാൽ ബ്ലേഡുകാരന് എന്ത് കൊണ്ടുവന്നാലും ബ്ലേഡുകാരന് കൊടുക്കാനേ ഉള്ളൂ. അത് സത്യമായ കാര്യമാണ്. ചില പറയും എൻ്റെ അച്ഛാ, എൻ്റെ ഭർത്താവ് എപ്പോഴും കിടപ്പണച്ചാ, ഓരോ രോഗമാണ്. ഇന്ന് വയറുവേദനയെങ്കിൽ നാളെ തലപ്പോച്ചിൽ. പണിക്ക് പോകണില്ല അച്ഛാ, നല്ലവണ്ണം പണി ചെയ്ത ആളാണ്. ആ ചേട്ടനെ വിളിച്ചു ചോദിച്ചാൽ ചേട്ടൻ പറയും എൻ്റെ അച്ഛാ പണിക്ക് പോകണമല്ല പ്രശ്നം, നമുക്ക് 10, 300, 700 കിട്ടിക്കഴിഞ്ഞാൽ 7000 രൂപയുടെ ബ്ലേഡാണ്. സന്ധ്യ ആകുമ്പോൾ എല്ലാം കൂടി വരും. അപ്പം മനുഷ്യൻ മടുത്ത് അതാ അങ്ങനെ മടുത്തിരിക്കുക. ദൈവത്തിലെ നീ മടുത്തു, സത്യമാണത്. ഒരു പക്ഷേ നിൻ്റെ ഇപ്പോഴത്തെ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഈ ജന്മത്തിൽ നിനക്ക് അധ്വാനിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് നിൻ്റെ ദൈവം വാഗ്ദാനം പറഞ്ഞിരിക്കുന്നത്. എന്താ? നീ അധ്വാനിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും പാടശേഖരങ്ങളും നീ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിനക്ക് തരുമെന്ന്. കർത്താവിൻ്റെ കാലം വന്നപ്പോഴും അതിന് മാറ്റം വന്നില്ലല്ലോ. കർത്താവ് എന്താ പറയണത്? അന്യൻ്റെ അധ്വാനത്തിൽ നിന്നെ ഞാൻ പ്രവേശിപ്പിക്കുമെന്നല്ലേ. 4:38. ഞാൻ നിങ്ങളെ വചനം വായിക്കണം. വചനം വായിച്ചിട്ട് ആ വചനം വിശ്വസിക്കുമ്പോൾ പല കാര്യങ്ങളും ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ഈ ജന്മത്ത് നമുക്ക് ചെയ്ത് ഒപ്പിക്കാൻ പറ്റണില്ല മക്കളെ. അത്ര കടങ്ങളും അത്ര രോഗങ്ങളുമാണ്. അതുകൊണ്ടാണ് കർത്താവ് ഈ വചനം പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിലെ എല്ലാം നീ തന്നെ ചെയ്യേണ്ട. ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. അന്ത്യം വരെ ഞാനുണ്ടാകും. അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ, നീ എൻ്റെ അടുത്ത് വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കുന്നവനായതുകൊണ്ടാണ് തൻ്റെ ജീവിതത്തിലെ രക്തച്ചൊരിച്ചിലും ജീവൻ തന്നെ ത്യജിക്കേണ്ടി വന്നപ്പോഴും കർത്താവ് തൻ്റെ വചനത്തോടും തൻ്റെ ദൗത്യത്തോടും ആത്മാർത്ഥ പുലർത്തിയെങ്കിൽ എന്നോടും നിന്നോടും കർത്താവ് ആത്മാർത്ഥ പുലർത്തും. നീ വിശ്വസിക്കണം. ഇപ്പം 20 ലക്ഷം രൂപ കടമുണ്ടായി പിസാ തട്ടിപ്പിൽ കുടുങ്ങിയിട്ട് അവസാനം പോലീസുകാർ വീട്ടിൽ കയറി റെയ്ഡ് ചെയ്തപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ ചേച്ചി ഇവിടെ വന്നത്. ഞാൻ പറഞ്ഞു ആത്മഹത്യ ചെയ്യണ കുഴപ്പമൊന്നുമില്ല, ആ മുമ്പിലൊരാളിരിപ്പുണ്ട്, അവിടെ പോയി പറയാൻ പറഞ്ഞു. കാര്യം അപ്പം എൻ്റെ മനസ്സിൽ മുമ്പിലിരിക്കുന്ന ആളിനെ കുറിച്ചാണ് ഓർമ്മ വന്നത്. കാര്യം അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഇവിടെയാണെങ്കിലും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് സാധാരണ പണ്ട് പോലെ കൃപാസം തുടങ്ങിയ കാലം പോലെ പറഞ്ഞു കൊടുക്കുന്ന ഒരു വഴിയായിരുന്നു. കൃപാസം തുടങ്ങിയ കാലത്ത് അമ്മയാണ് പ്രതിഷ്ഠിച്ച് വെച്ചതേ. അതിൻ്റെ ഓർമ്മയ്ക്കാണ് റാലി നടത്തണം. ഇപ്പോൾ നമ്മൾ അമ്മയെ ഇവിടെ പ്രതിഷ്ഠിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ് എല്ലാ ഒക്ടോബർ മാസം 25-ാം തീയതി ആകുമ്പോൾ റാലി നടത്തുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ തരിശായി കിടന്ന കാലത്ത്, ചേരപ്പാമ്പ് കയറി കിടന്ന കാലത്ത് അമ്മയുടെ രൂപം മാത്രമേ ആസ്തി ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുതൽ അവളെ സ്വന്തം ആശിഷ്യൻ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ച പോലെയാണ് ഈ തരിശു ഭൂമിയിൽ അമ്മയെ സ്വീകരിച്ചിട്ടാണ് അമ്മ നിങ്ങളെല്ലാവരെയും കൊണ്ടുവന്നത്. നിങ്ങളെല്ലാവരെയും ഈശോയോട് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ചേട്ടത്തി അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ച്. അപ്പോൾ അവളുടെ അമ്മ 5000 രൂപ കൊടുത്ത്. മകളെ, പോലീസുകാർ നമ്മുടെ വീട്ടിൽ കയറി നിറങ്ങി നീ ഒരു വിസാക്കള്ളിയായിട്ട് നാട്ടിൽ അറിയപ്പെടാൻ നമ്മൾക്ക് ആപ്പടെ പട്ടിണിയാണെങ്കിൽ നമുക്കുള്ളത് മാനമാണ്. അതും കൂടി പോയിക്കൊണ്ടിരിക്കണം. എവിടെയെങ്കിലും പോയി എൻ്റെ മകൾ രക്ഷപ്പെടാൻ പറഞ്ഞു. അമ്മനെയും മേടിച്ചുകൊണ്ട് 5000 രൂപയും മേടിച്ചോണ്ട് ഒറ്റ വിടല.
പിന്നെ ഇവിടെ വരുന്ന സാക്ഷ്യം പറയാനാണ്. 3 തുണിക്കടയെ ഉണ്ടാക്കി 20 ലക്ഷം രൂപയുടെ കടവും വീട്ടിയതിന് ശേഷമാണ് ഇവിടെ സാക്ഷ്യം പറയണത്. അധ്വാനിക്കാത്തത് ഞാൻ നിനക്ക് അവകാശമാക്കുമെന്ന് കർത്താവും പറഞ്ഞു. അന്യൻ്റെ അധ്വാനത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിച്ചെന്ന്. എന്ന് വെച്ചാൽ കർത്താവും കൂടെ അധ്വാനിച്ചെന്ന് എൻ്റെ അർത്ഥം. ആരോടും കടം മേടിച്ചില്ല, ആരെയും പറ്റിച്ചില്ല, സ്വന്തം കൈകൊണ്ട് തന്നെ അധ്വാനിച്ചിട്ടാണ് അവൾ കടം വീട്ടിയിട്ട് ഇവിടെ സാക്ഷ്യം പറഞ്ഞത്. അതിന് 1 കൊല്ലം എടുത്തതേ ഉള്ളൂ, 1 കൊല്ലം. അതിൻ്റെ അർത്ഥം എന്താണ്? 20 ലക്ഷം രൂപ കടവും ചീത്തപ്പേരുമാണെങ്കിലും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിന്നെ നിലനിർത്താനുള്ള വചനങ്ങളുണ്ട്, വാഗ്ദാനങ്ങൾ. അവൻ വിശ്വസ്തനാണ്. സുധികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുധികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല, ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിയും. അതുകൊണ്ട് ആദ്യം അച്ഛൻ പറഞ്ഞ അവസാനം ആവർത്തിക്കുക. എന്താണ്? എൻ്റെ മക്കളെ ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും കർത്താവിനോട് പറയണം, കർത്താവെ, ഞാനിത് ചെയ്യുന്ന കാരുണ്യപ്രവൃത്തിയായാലും ഞാൻ ഇത് ചെയ്യുന്ന പ്രേക്ഷിത പ്രവൃത്തിയായാലും ഞാൻ നിന്നോടുള്ള സ്നേഹത്തിലാണ് ചെയ്യണത്. 10 മനുഷ്യരെ നിന്നെ അറിയണം. 10 മനുഷ്യർ. എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ഇവിടെ മാത്രം അമ്മ പ്രത്യക്ഷപ്പെട്ടതെന്ന് ഞാൻ ചിന്തിക്കും. കാര്യം ഞാൻ തന്നെ എൻ്റെ കണ്ണുകൊണ്ട് എന്നേക്കാൾ വിശുദ്ധന്മാരും അച്ഛന്മാരും ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കും, അമ്മേ എനിക്ക് മാത്രമേ. അപ്പോൾ എനിക്ക് ഏറ്റവും വിസ്മയം തോന്നുന്നത് ജോൺ പോളാണ് ഭൂമിയിൽ അമ്മയുടെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ആൾ. ജോൺ പോൾ മാർപ്പാപ്പ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെയാണ് അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. എന്താ മക്കൾക്ക് കാര്യം അറിയാവോ? കർത്താവിനെ സ്നേഹിക്കുമ്പോഴേ അവനെ എല്ലാവരും അറിയണം. എല്ലാവരും അവൻ്റെ രക്തത്തിൻ്റെ വില അറിഞ്ഞുകൊണ്ട് ആത്മാക്കൾ വീണ്ടെടുക്കപ്പെടണം. എല്ലാവർക്കും നിത്യജീവൻ കിട്ടണമെന്ന് 10-30 കൊല്ലമായി ആഗ്രഹിച്ച് അടക്കുകയാണ്. ആ ആഗ്രഹമാണ് മനസ്സിൽ രാത്രിയും പകലും ഉള്ളത്. അതിനു വേണ്ടിയുള്ള ഭ്രാന്ത വ്യഗ്രതകളാണ് ഓരോ സുവിശേഷ വേലയിലും ചെയ്തു കൂട്ടിയത്. ദൈവത്തിന് ആത്മാർത്ഥമുള്ളത് കൊണ്ടും ദൈവം നമ്മുടെ ആത്മാർത്ഥം അറിയുന്നത് കൊണ്ടുമാണ് അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട മണ്ണിലേക്ക് തന്നെയാണ് നിന്നെയും കൊണ്ടുവന്നിരിക്കണമെങ്കിൽ എൻ്റെ ദൈവവേദന ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് സന്തോഷിച്ച് അനേക ആയിരങ്ങൾക്ക് മുമ്പ് സാക്ഷിയായി നീ ഇവിടുന്ന് ആർപ്പ് വിളിച്ചു പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്ര ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. എഴുന്നേൽക്കട്ടെ. എല്ലാവരും എഴുന്നേൽക്കട്ടെ. മക്കളെ, ക്യാൻസർ രോഗങ്ങൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗുരുതരമായ വ്യാധികളും രോഗങ്ങളും ഒക്കെയാണ്. സുഖപ്പെട്ടതിൻ്റെ സാക്ഷ്യങ്ങളാണ് മക്കൾ ഇവിടെ നമ്മൾ കേട്ടത്. അത് തന്നെ ഇനിയും സംഭവിക്കാം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും നിങ്ങളുടെ എല്ലാ പോരായ്മകളെയും നിങ്ങളുടെ എല്ലാം തികയാതെ വരുന്ന അവസ്ഥയും ബൈബിൾ എന്താ പറയണത്? അവിടെ വീഞ്ഞ് തികയാതെ വന്നതുകൊണ്ട് മനുഷ്യരാശിയിലെ കുടുംബജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ തികയാതെ വരുമെന്ന് ദൈവത്തിനറിയാം. തികയാതെ വരുന്ന എല്ലാ കാര്യങ്ങളും തികയാതെ തന്നെ പോകേണ്ടതല്ല, അതെല്ലാം തികച്ചിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. അങ്ങനെ തികക്കാൻ വേണ്ടിയാണ് അമ്മയെ ദൈവം നമുക്ക് തന്നത്. ആ അമ്മയുടെ മധ്യസ്ഥതയിലാണ്, ഈശോയുടെ നാമത്തിലാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഉടമ്പടി ചെയ്ത എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓർക്കുക, എന്നിട്ട് എല്ലാത്തിനും സാക്ഷ്യം പറയാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക.
കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞാൻ ഉടമ്പടി ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എത്രയും വേഗം അങ്ങയുടെ സന്നിധാനത്തില് അനേക മക്കളുടെ മുമ്പില് വിശ്വാസത്തിന്റെ സാക്ഷിയാകാൻ എന്നെ സഹായിക്കണമേ. എന്റെ കഴിവിന്റെ അപ്പുറത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും നീ തന്നെ നിന്റെ അമ്മ വഴി പരിഹരിക്കുമെന്ന് വചനത്തില് കേട്ട് മനസ്സിലാക്കി വിശ്വസിച്ചിറങ്ങുമ്പോഴേ കർത്താവേ നിന്നെ സ്നേഹിക്കാനുള്ള അഭിഷേകം ഇപ്പോൾ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, അങ്ങയുടെ വിശുദ്ധമായ വലതുകരം, അങ്ങയുടെ വിശുദ്ധമായ വലതുകരം എല്ലാ കരള് രോഗികളുടെയും കരളിനെ സ്പർശിക്കണമേ. എത്രയും വേഗം ഇവിടെ അവർ സാക്ഷ്യം പറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഹൃദയ രോഗികളെ സ്പർശിക്കണമേ. ഹൃദയവാൽവിന് കേടുപാടുള്ളവര്, ചുരുങ്ങിപ്പോയവര് സ്പർശിക്കണമേ. കിഡ്നി ചുരുങ്ങുന്നവരെ സ്പർശിക്കണമേ. കിഡ്നിയിൽ കല്ലുള്ളവരെ, പാൻക്രിയാസ് കല്ലുള്ളവരെ സ്പർശിക്കണമേ. ഉദരവേദനക്കാരെ, അൾസർ രോഗികളെ, അൾസർ രോഗികളെ, രക്തസ്രാവക്കാരികളെ സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിലെ മാരക രോഗങ്ങളെ, യേശുവിന്റെ നാമത്തിലെ തീരാവ്യാധികളെ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, മാരക രോഗങ്ങള്, തീരാവ്യാധികള്, ക്യാൻസർ രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, ഹൃദയ സംബന്ധമായ രോഗങ്ങള്, ഹൃദയവാൽവിന് കുഴപ്പങ്ങളുള്ളവര്, പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ഉള്ളവര് സമർപ്പിക്കുന്ന കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. മക്കളെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് സാമ്പത്തിക ബാധ്യതയിലിരിക്കുന്നവരെ, കേസിലേപ്പെട്ടിരിക്കുന്നവരെ, അതുപോലെ തന്നെ ജാമ്യമില്ലാതെ കേസകത്ത് ജയിലിലേക്ക് കിടക്കുന്നവരെ. കാര്യം അങ്ങനെ പറയാൻ കാരണം ഇങ്ങനെ കുറേ പുതിയ പുതിയ സാക്ഷ്യങ്ങൾ നമ്മൾ ഉടമ്പടി കേൾക്കുന്നുണ്ട്. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. കാര്യം ദൈവത്തിന് മാത്രം ഇറങ്ങിച്ചെന്ന് സഹായിക്കാൻ പറ്റുന്ന കുറേ മേഖലകൾ പരിശുദ്ധ അമ്മ വഴി വെളിപ്പെടുത്തുന്നുണ്ട്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവ് ദൈവമേ, ഭവനരഹിതരെ, കർത്താവെ സ്ഥലമില്ലാത്തവരെ, കർത്താവെ ജോലി ഇല്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ, വരുമാന മാർഗം ഒന്നുമില്ലാത്തവരെ കർത്താവെ സ്പർശിക്കണമേ. ഈ ഒരു മാസത്തിനുള്ളിലെ ഇവിടെ വന്ന് വിടുതൽ പ്രാപിച്ച് സാക്ഷ്യം പറയാൻ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിലെ കടങ്ങൾ പരിഹരിക്കുന്നതിന് വഴികള് തെളിഞ്ഞ് ലഭിക്കട്ടെ. മാരക രോഗങ്ങള്, തീരാവ്യാധികള്, മക്കളില്ലാത്ത അവസ്ഥകള് യേശുവിന്റെ നാമത്തിലെ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, പഠിക്കുന്ന മക്കള്, പഠിക്കാൻ മടിയുള്ള മക്കള്, പഠിച്ചിട്ട് മനസ്സിലാവാത്തവര്, പരീക്ഷയെ തോറ്റുപോയവര്, റീവാലുവേഷൻ കൊടുത്തിട്ടുള്ളവര്, നൈപുണ്യ പരീക്ഷകള്, മത്സര പരീക്ഷകള്, ഉദ്യോഗ പരീക്ഷകള് എഴുതിയിട്ടുള്ളവര്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര് പരിശുദ്ധ അമ്മയുടെ നാമത്തിലെ ഈ നിമിഷം അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ഭക്തി അഭിഷേകമേ, ഓ ഭക്തി അഭിഷേകമേ, കരങ്ങൾ വീശി കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. ഓ ഭക്തി അഭിഷേകമേ, ഓ
പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, അവസാനമായി നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ ഈ ആരാധന പാരമ്പര്യമായിട്ട് അവരുടെ കൂട്ടായ്മയുടെ ആരാധനയായിരുന്നു. ഇപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയിൽ അനേകം മക്കൾ പ്രാർത്ഥനയുടെ ആവശ്യം വന്നപ്പോഴാണ് നമ്മൾ അത് ഒരുമിച്ചാക്കിയത്. അപ്പോഴേ പക്ഷേ മെച്ചമായത്. കാര്യം മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് അവരുടെ മാത്രം പ്രാർത്ഥനയല്ല, മറ്റുള്ളവരുടെ പ്രാർത്ഥന കൂടി അവരുടെ കുടുംബത്തിന് വേണ്ടി ലഭിക്കുന്നത്. ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളെക്കാൾ വ്യത്യസ്തമാണ് ഇവരുടെ കുടുംബങ്ങൾ. കാര്യം ഇവരുടെ കുടുംബങ്ങൾ ഒരു വള്ളം രക്ഷപ്പെട്ടാൽ 40 കുടുംബങ്ങൾ രക്ഷപ്പെടും. അതുകൊണ്ട് ഒരു വള്ളത്തിന് പണിയില്ല എന്നുണ്ടെങ്കിൽ, ഒരു ബോട്ട് പണിയില്ലെങ്കിൽ 40 കുടുംബങ്ങൾ പട്ടിണിയാകും. ഇപ്പം നമ്മളൊക്കെ അനേകം മക്കൾ ഇവിടെ കർത്താവിന് തിരുസേനയിൽ നിൽക്കുക. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവായ ദൈവമേ, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേര്, 7 അപ്പവും ഏതാനും മത്സ്യങ്ങളും കൊണ്ട് 4000 പേരെ സംതൃപ്തരാക്കിയ സർവശക്തനും കാരുണ്യമായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. നിത്യം കന്യകയും നിന്റെയും ഞങ്ങളുടെയും അമ്മയുമായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും മീൻപിടുത്തക്കാരായ വിശ്രുത ശ്രീഹന്മാരുടെയും സംരക്ഷണത്തിലെ ഞങ്ങളുടെ വള്ളത്തിനെയും വലയെയും യന്ത്രത്തെയും തൊഴിലാളികളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. സ്നേഹനിധിയും സകലത്തെയും പരിപാലിക്കുന്നതിനുമായ നല്ല ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ നടത്തുന്ന ഈ ആരാധനയുടെ ഫലമായി ഞങ്ങൾക്ക് സമർത്ഥമായ മത്സ്യവിള നൽകുകയും ഞങ്ങളെ സമാധാനത്തിൽ നയിക്കുകയും ചെയ്യണമേ. സൂര്യയുടെ കർത്താവായ ദൈവമേ, കടലിലെ ആശീർവദിക്കണമേ. എല്ലാ മത്സ്യത്തൊഴിലാളികളെയും ആശീർവദിക്കണമേ. അവിടെ വല്ലകളെയും വള്ളങ്ങളെയും ബോട്ടുകളെയും ആശീർവദിക്കുന്നവർ നന്ദി പറയുന്നു. എല്ലാ തൊഴിലാളികളെയും ആശീർവദിക്കണമേ. എല്ലാ തൊഴിൽ മേഖലകളെയും ആശീർവദിക്കണമേ. യേശുവേ കർത്താവായ ദൈവമേ, മീനുടെ കടലിലേക്ക് വള്ളത്തിന്റെ ബോട്ടിന്റെ തലയെ തിരിച്ചു വിടണമേ. വയലിലേക്ക് മത്സ്യങ്ങളെ ആകർഷിക്കണമേ. വലയിൽ ഉൾക്കൊള്ളുന്ന മത്സ്യങ്ങളെ വൈത്തരയിൽ ബന്ധിക്കണമേ. പന്നിയും പാറയും പുറ്റും മുതലായ വശീകരണ ബാധകളിൽ നിന്ന്, ഉടക്കിൽ നിന്ന്, ഒഴുക്കിൽ നിന്ന്, കാറ്റിൽ നിന്ന്, കോളിൽ നിന്ന് ഞങ്ങളും ഞങ്ങളുടെ തൊഴിലാളികളും യേശുനാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. മേശമേലിരിക്കുന്ന നേർച്ച വസ്തുക്കളിലേക്കും നിങ്ങളുടെ വെഞ്ചരിക്കാനുള്ള നേർച്ച വസ്തുക്കളെല്ലാം കയ്യിലെടുക്കുക. പത്രം, നിങ്ങളുടെ വെഞ്ചരിക്കാനുള്ള നേർച്ച വസ്തുക്കൾ കയ്യിലെടുക്കുക. പത്രം, വാങ്ങിച്ചിട്ടുള്ള നേർച്ച വസ്തുക്കൾ, അത് ആശീർവദിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ നേർച്ച വസ്തുക്കൾ നിങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ പാസ്പോർട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ, രേഖകൾ എല്ലാം, ജോലി രേഖകൾ ഈ മേശമേലിരിക്കുന്ന നേർച്ച വസ്തുക്കളിലേക്ക് നിങ്ങളുടെ ഒരു വലതുകരം വെക്കണം. വിശ്വാസ പ്രമാണം ചൊല്ലട്ടെ. Lord Jesus Christ, pour out His Spirit, the fire fingers soaked with the precious blood. I cast the remains of the Holy Son, promise and access. But the courage of my vision by God the Father Almighty, who made heaven and earth as the contain, let the devices power, device legends, Satan's and dust and machinations, be destroyed and turn far from you. Let me bless Him, bringing health and body and mind, peace and harmony in the family and with the Catholic Church, the power of Jesus Christ. With the matters of my holy priesthood, I bless the holy servants, those who have peace and peace and power. സമാപന ആശീർവാദമാണ്. വിശ്വാസപൂർവ്വമാണ് ചൊല്ലട്ടെ.
ശ്വാസപ്രാണ സുരക്ഷകനായ പിതാവും ആകാശത്തെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ കർത്താവ് വിശ്വസിച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവിനായി കരിയാവരത്ത് പറഞ്ഞ മധ്യസ്ഥനാത്തോസിനകത്ത് വിരൽ സഹിച്ച് കൃഷ്ണനായ മരിച്ചടക്കട പതാളത്തിറങ്ങി സ്വർഗത്തിന് ഹല്ലേലൂയ. നേർച്ച വസ്തുക്കൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കൈകൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളെ ആശീർവദിക്കുന്നവർ നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ സ്തോത്രം. കർത്താവേ സ്തോത്രം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ